ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ? അല്ല, ഭയങ്കര ഒബ്സർവേഷൻ ആണ് ജഗദീഷ് ചേട്ടൻ. അതായത് ഈ പടം കാണുമ്പോൾ ഇതിൽ ഏതാണ് ധീരൻ എന്നുള്ളത്, ഇതാണോ ഇന്നതാണോ എന്ന് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതൊരു അസാധ്യം ഒബ്സർവേഷനാണ് ചേട്ടൻ്റെ. ആൻഡ് ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ സീനിയേഴ്സ്, ഇപ്പം അശോകേട്ടനൊക്കെ സൂപ്പർ സീനിയറാണ് ആസ് എൻ ആക്ടർ, ആസ് എ പേഴ്സൺ എല്ലാം. അദ്ദേഹം ജഗദീഷ് ചേട്ടൻ, ഇപ്പൊ മനോജും ഞാനും കണ്ടംപററീസ്, ഇപ്പൊ സുധീഷ് ആയാലും നമ്മൾ കണ്ടംപററീസ്, പിന്നെ പുതിയ തലമുറയിലുള്ളതാണ് രാജേഷും ശബരീഷൊക്കെ. പക്ഷെ അവിടെ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഈ കഥാപാത്രങ്ങളായിട്ടാണ് അവിടെ വരുന്നത്. അവിടെ ഈ സീനിയർ ജൂനിയർ ഡിഫറൻസ് ഒന്നുമില്ല. വൺസ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ബഹുമാനം, റെസ്പെക്ട് അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ സ്പോട്ടിൽ ആ കഥാപാത്രങ്ങളായിട്ട് മാറും. അത്ര മനോഹരമായിട്ട് അത് ഡിഫൈൻ ചെയ്തതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സും ഇപ്പം സീനിയേഴ്സും എല്ലാം വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം ഒരു വേറെ മുഖമായിരിക്കും. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഇപ്പൊ മനോജ് ആയാലും നമ്മൾ ഇതുവരെ കാണാത്ത ജഗദീഷ് ചേട്ടൻ, അതുപോലെ സുധീഷും അശോകേട്ടൻ്റെ ഒരു അസാധ്യം കോമ്പിനേഷൻ, എൻ്റെ ക്യാരക്ടർ. സോ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ഇൻക്ലൂഡിങ് രാജേഷിൻ്റെയും ശബരീഷിൻ്റെയും അങ്ങനെ ഒരുപാട് സർപ്രൈസ്. അത് ഞാൻ പറയാൻ കാരണം, സ്ക്രിപ്റ്റ് വായിച്ചപ്പം നമ്മൾ ജനറലി ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആക്ടർ ഇങ്ങനെ വരും. പക്ഷെ ഇതില് അങ്ങനെയല്ല. ഇതിൽ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇത് ആരായിരിക്കും ചെയ്യുക എന്നുള്ളത്. ആൻഡ് അത് ഇന്ന ആക്ടേഴ്സ് ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ബിക്കോസ് അത് ആ സ്ക്രിപ്റ്റിന്റെ പവറാണ്. ദാറ്റ് ഇസ് വാട്ട് ഐ ഫെൽറ്റ്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? തീർച്ചയായും. ഈ മനോജ് കെ ജയൻ ഈ ഇടയ്ക്ക് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, എവിടെയൊക്കെ ടൂർ പോയൊക്കെ കണ്ടായിരുന്നു. പുള്ളി പോയാൽ പിന്നെ തിരിച്ചവരൊക്കെ വളരെ പ്രശ്നമാണ്. നമ്മുടെ സെക്കൻഡ് ഹോമല്ലേ, മോനും എന്റെ വൈഫും അവിടെ അല്ലേ. അതിനകത്തൊരു വീഡിയോ ഇട്ട് കണ്ടായിരുന്നോ? വീഡിയോ നേരത്തെ പറഞ്ഞു, ഒരാൾ പറഞ്ഞത് വീഡിയോ അല്ലല്ലോ, അത് സ്റ്റില്ലല്ലേ? വീഡിയോ കുറവുണ്ട്, സൈക്കിൾ ഓട്ടി പോണ വീഡിയോ അതൊക്കെ ഉണ്ട്. ലാൻഡ് ചെയ്തതിന്റെ ഒരു വീഡിയോ ഇട്ട്, ലണ്ടനിൽ ലാൻഡ് ചെയ്തതിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ തന്നെ സ്റ്റില്ല് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടു. UK എന്ന് പറഞ്ഞ രണ്ടാം വീടാണ് ഇവിടെ, അവിടെ വീട്. സ്റ്റില്ല് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടു. ചർച്ച ചെയ്യപ്പെട്ട് കാണും. 1,64,000 ലൈക്സ് മറ്റും രസത്തിനിട്ട് നമ്മളില്ലേ എന്നൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെ എന്തൊക്കെ കാണിക്കുന്നത്, എത്ര പേര് നമ്മുടെ ഓരോ പടങ്ങൾ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നടക്കും നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അത് അറിയാതെ ഒന്ന് പെട്ടതാ. അപ്പോൾ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇത് കറക്റ്റാന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഇട്ട് പറഞ്ഞിട്ട് അതങ്ങിട്ട് അത് ഭയങ്കര കത്തി കയറി. അതൊറ്റ കേരളം കയറിയിട്ടുണ്ട്, നിൽക്കുന്നില്ല ഇപ്പോഴും. ട്രോളുകൾ വരെ ആയി വന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ അതിനുള്ള നന്ദി രേഖപ്പെടുത്തും, ലൈക്ക് രേഖപ്പെടുത്തുന്ന ഈ അവസരം നന്ദി അറിയിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതുതലമുറ പഴയതലമുറ സിനിമയാണ്, എല്ലാവർക്കും ചലഞ്ചാണ്. മനോജേട്ടൻ ഇപ്പോൾ പല സിനിമകൾ ഈ ഇടയ്ക്ക് കാണുന്ന പല സിനിമയും വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ധീരൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സിനിമയിലേക്ക് ഭാഗമാവുന്ന കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷേ കഥാപാത്രം എത്രമാത്രം എനിക്ക് പറ്റിയ കഥാപാത്രമെന്ന് ചിന്തിച്ചോ, ഇതാണ് എനിക്ക് പറ്റിയ, അല്ലെങ്കിൽ വേറൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് ചിന്തിച്ചോ? അല്ല, ഒരു 1.5 വർഷം മുമ്പാണ് ദേവൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുന്നത്, മാരീഡിൽ വന്ന് കഥ പറയുന്നത്. അങ്ങനെ ഒരു 1.5 വർഷം മുമ്പ് ഒരു സിനിമയിലേക്ക് ഒരു കഥാപാത്രം വിളിക്കുന്നത് തന്നെ വലിയ പ്രൗഡാണ്. ഇവിടെ ഇപ്പോൾ ഓരോ സിനിമയിലൊക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരാളെ വിളിക്കുന്നത്. കാരണം അയാൾ എന്തെങ്കിലും വിഷയമായി, വേറൊരു ആക്ടർക്ക് വിഷയമാണ്, ആ ചേട്ടാ ഫ്രീ ആണോ ഇത്ര ദിവസം, അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ പോയി ചെയ്യാറുണ്ട്. അതൊന്നും നമ്മൾ അത്രയും കോംപ്ലക്സസ് നമുക്കില്ല. പോയി വിളിച്ചാൽ ചെയ്യണം, നമ്മുടെ വിധിയാണത്, നമ്മൾ ആ ക്യാരക്ടർ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു. ഇതൊരു 1.5 വർഷം മുമ്പേ ദൈവം വന്ന് പറഞ്ഞ് ചേട്ടാ ഇന്ന ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചാണ്. അത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു 90കളിൽ ഞങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഈ സിനിമയിൽ. കാരണം ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാം ആ കാലയളവിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ആ ഒരു വൈബായിരുന്നു മൊത്തം സെറ്റിൽ. അതിൻ്റെ കൂടെ കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഇവർ ഈ പുതിയ ജനറേഷനിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളന്ന് 90 ചെയ്യുമ്പോൾ അന്ന് ശങ്കരാചാര്യനോടെയും ബാലങ്കേജനാരുടെ കൂടെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളന്ന് ന്യൂജനാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നിങ്ങളുള്ളത്. അപ്പോൾ വിനീതും ഞാനുമൊക്കെ സർഗം ചെയ്യുമ്പോൾ അന്ന് ഇളയഞ്ചേരനുണ്ട്, വേണുവേട്ടനുണ്ട്, അതൊക്കെ നിൽക്കില്ലേ. അപ്പോൾ നമ്മളന്ന് ന്യൂജൻ അല്ലേ, അവരൊക്കെ ഓൾഡ് ജനറേഷൻ. അപ്പോൾ അതേ ഫീലായിരിക്കും ഇവർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസമുള്ള സെറ്റായിരുന്നു. ഇത്രയും സന്തോഷിച്ച് പിരിഞ്ഞ ഒരു സെറ്റ് എൻ്റെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അത്രയധികം അല്ലേ, എല്ലാവരും അങ്ങോട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു എല്ലാവരും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.